തീർച്ചയായിട്ടും. കാരണം പ്രശ്നമുണ്ടാകും പ്രതീക്ഷ അതിൻ്റെ വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും പ്രതീക്ഷ. നമ്മുടെ അജുനം ഫാൻ ഓൾവേസ് പ്രതീക്ഷയാണ്. നല്ല പിന്നെ ആർക്കാ പ്രതീക്ഷയില്ല? മലയാളത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ തന്നെ. ഇവിടെ സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കോ പണി പോലെ സിനിമകളൊക്കെയാണ് ഇപ്പോൾ അതിന് പറയുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഇങ്ങനെ കൊലപാതകമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനും പറയുന്ന സിനിമയുടെ വയലൻസ് സ്വാധീനിക്കുന്നു, ലഹരി വസ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? അത് ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങും അവരുടെ ചൈൽഡ്ഹുഡും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചെയ്യുന്നത് അവരുടെ സൗഹൃദങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ പറഞ്ഞ പോലെ അവരുടെ കുട്ടിക്കാലം, ഫാമിലി, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നുവെച്ചാൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടാണ് നമ്മൾ പോയിട്ട് നേരെ ഒരാളെ പോയി കൊല്ലുക എന്ന് പറയുന്നത് അതിലൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ ആ പ്രായത്തിൽ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ പറയുക, നിവിൻ പോളിയുടെ പുതിയ ലുക്ക് വന്നു. നേരിട്ട് നിവിൻ പോളിയുടെ പുതിയ ലുക്ക് വന്നായിരുന്നു, നേരിട്ട് കണ്ടിട്ടുണ്ട്. നിവിൻ പോളിയുടെ പുതിയ ലുക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പം പുള്ളി നേരിട്ട് കണ്ടായിരുന്നു അതിനുശേഷം? ഇല്ല, നേരിട്ട് കണ്ടില്ല, കാണാൻ പറ്റി. ആ പറ, കള്ളപ്പണമാണോ? അതെ അതെ. തീർച്ചയായിട്ടും. കാരണം പ്രശ്നമുണ്ടാകും അവരുടെ തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് ചെയ്യും. ഈ എഗ്രിമെൻറ്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മുടെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ എഗ്രിമെൻറ്റിലുള്ളതാണ്. ആ എഗ്രിമെൻറ്റിലൊരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല എന്ന് തോന്നിയതിന് ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, പിന്നെ എഗ്രിമെൻറ്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ രീതിയിൽ പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടണി ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ല, കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റായിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി, മെറിറ്റ്, അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്തു. കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് ചെയ്തേ പറ്റും. ആ തരം പണക്കങ്ങളും അടക്കങ്ങളൊക്കെ പ്രോസസ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഇതൊക്കെ ആലോചിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതുകൊണ്ടാണല്ലോ നമുക്കത്തെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തതെന്ന് അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിൻ്റെ ഭാഗമാണല്ലോ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക, അത് ഡെഫിനറ്റായിട്ട് അവർ ചെയ്തേ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് സംവിധാന സിനിമയിലെ പ്രിൻസ് ആൻഡ് ഫാമിലി, ദിലീപേട്ടൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഏപ്രിൽ ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പ്രിൻസ് എനിക്ക് തോന്നുന്നു സെയിം ഏപ്രിൽ ആ സമയത്ത് തന്നെ ആയിരിക്കും. പിന്നെ വള, ലുക്മാൻ്റെ മറ്റേ നമ്മുടെ ഹർഷ ഗുണ്ടയുടെ റൈറ്ററിൻ്റെ വള, പിന്നെ ബബ്ബ, ഓടുംകുതിര ചാട്ടുംകുതിര ഫഹദിൻ്റെ കൂടെ ഉണ്ട്. വരാനൊരു 10-15 സിനിമ ഉണ്ട്. മെയിനായിട്ടുള്ള ഫിലിം ഏതായിരിക്കും? മെയിനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിരിക്കും. സോഫിയ പോൾ, ഡി ഗ്രൂപ്പ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉജ്ജ്വലൻ. ചേട്ടൻ സംവിധാനം സിനിമയെ പറ്റി അപ്ഡേറ്റ് തന്നെ മാർച്ച് പകുതിക്ക് ഷൂട്ട് തുടങ്ങും. ഇപ്പം തുടങ്ങാം. ഒരു ഷിംലയിൽ തുടങ്ങിയിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ജോർജിയ. എനിക്ക് തോന്നുന്നു മെയ് ഒക്കെ ആകുമ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഈ വർഷം അവസാനത്തോടുകൂടി റിലീസ്. ആക്ഷൻ പടം, ത്രില്ലർ ആക്ഷൻ.